ക്ഷേത്രത്തിലെ മതിലിടിഞ്ഞു വീണ് 8 മരണം. ആന്ധ്രാപ്രദേശിലെ സിംഹാചലം ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിലെ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്തെ മതിലാണ് ഇടിഞ്ഞു വീണത്. കനത്ത മഴയെ തുടർന്നാണ് അപകടം. കെ ബി ശ്രീധരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോട്ടി, ഇന്ന് പുലർച്ചെയാണ് ഈ അപകടമുണ്ടായത്. വിശാഖപട്ടണത്തിന് സമീപമാണ് ഈ സിംഹാചലം ലക്ഷ്മി വരാഹ നരസിംഹ ക്ഷേത്രം. പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇവിടെ ചന്ദനോത്സവം എന്ന് പറയുന്ന ഒരു പ്രധാന ദിവസമാണ്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ ദിനമാണെന്ന്. അതായത് ഈ ദേവനെ ഈ ചന്ദനം ഒക്കെ മാറ്റി കൃത്യമായി അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള രൂപം കാണാനുള്ള ഒരവസരം കിട്ടുന്ന ദിവസമാണ്. വർഷത്തിലൊരിക്കലാണിത്. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തർ അവിടെ തഴിച്ചുകൂടിയിരുന്നു. ഇന്ന് പുലർച്ചെ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്താണ് ഈ അപകടമുണ്ടായത്. ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ മഴ ആ പ്രദേശത്തുണ്ടായിരുന്നു. തുടർന്ന് ഈ മതിൽ, ഈ അടുത്തിടെ നിർമ്മിച്ച മതിലാണ്, ആ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അത് അവിടെ കൂടിയുന്ന ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ കാത്തു നിന്നിരുന്ന ആളുകളുടെ ദേഹത്തേക്കാണ് ഈ മതിലിടിഞ്ഞു വീണത്. 6 പേരെ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ശേഷിക്കുന്ന ആളുകളെ 2 പേരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പിന്നീട് പുറത്തെടുക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോഴും അവിടെ തിരച്ചിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. കൂറ്റൻ മതിലാണ് ഇടിഞ്ഞു വീണത്. ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ പ്രധാന മന്ത്രിമാരൊക്കെ ആ സ്ഥലത്ത് സന്ദർശിക്കുകയും രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മരണസംഖ്യ ഒരുപക്ഷെ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ വിശാഖപട്ടണത്തെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ശബരിമലയൊക്കെ പോലെ ഒരു മലയ്ക്ക് മുകളിലുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടേക്ക് നടന്ന് കാൽനടയായിട്ടൊക്കെ പോകുക പതിവാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ അടുത്ത് ഏതാണ്ട് 2-3 മാസം മുൻപാണ് തിരുപ്പതിയിലും സമാനമായ രീതിയിൽ എന്ന് പറയാം, ഈ ടിക്കറ്റ് കൗണ്ടറിന് മുൻപിലുണ്ടായ തിക്കും തിരക്കിലും പെട്ട് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായത്. ഇങ്ങനെ ഈ അപകടങ്ങൾ ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ തിക്കും തിരക്കും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യമൊക്കെ ആന്ധ്രാപ്രദേശിൽ കാര്യമായിട്ട് ഉയരുന്നുണ്ട്. ഏതായാലും ആളുകൾ